വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ പകർത്തി നേതാവാണ് വെള്ളാപ്പള്ളി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി വേദി വിട്ടതിന് പിന്നാലെ വീണ്ടും വെള്ളാപ്പള്ളി പതിവ് സ്വഭാവം കാണിച്ചു. അദ്ദേഹത്തിന്റെ വിദ്വേഷ പരാമർശം പുറത്തുവന്നു. തിരുവനന്തപുരം പെരിങ്ങമലയിലെ SNDP യോഗത്തിന്റെ ശ്രീനാരായണീയം കൺവെൻഷൻ സെന്റർ ഉദ്ഘാടന ചടങ്ങ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ ഉയർത്തിക്കാട്ടി വർഗീയതയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ശ്രീനാരായണ ഗുരുവിനെ സ്വന്തമാക്കാൻ ചില വർഗീയ ശക്തികൾ വല്ലാതെ പാടുപെടുന്നു എന്ന് മുഖ്യമന്ത്രി. വർഗീയതയുടെ വിഷവിത്തുകൾ നട്ടുപിടിപ്പിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിന്നാലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തി. ലക്ഷ്യങ്ങൾ നേടാനും യുവത്വത്തിന് വഴികാട്ടാനും വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി. ഒരു പ്രസ്ഥാനത്തെ നിരന്തരമായി മുന്നോട്ട് നയിക്കാനും അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടാനും പുതിയ തലമുറക്ക് വഴികാട്ടാനും ഒരു നേതാവിനെ എത്രത്തോളം ദൃഢനിശ്ചയം ഉണ്ടാകണമെന്ന് വെള്ളാപ്പള്ളി കാണിച്ചു തരുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ ആദരിച്ച ശേഷമാണ് മുഖ്യമന്ത്രി വേദി വിട്ടത്. പിന്നാലെ പ്രസംഗിക്കാനെത്തിയ വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശം ആവർത്തിച്ചു. മുസ്ലിം സമുദായം മാപ്പിള ലഹള എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ലഹള നടത്തി ഹിന്ദുക്കളെ മാനഭംഗപ്പെടുത്തുകയും സ്ത്രീകളെല്ലാം മതപരിവർത്തനം ചെയ്യുകയും കൊല്ലുകയും തിന്നുകയും ചെയ്ത മഹത്തായ ഒരു ദുരിതം അന്ന് നടന്നു. UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെ വേദിയിലിരിക്കെയാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.